ഏഷ്യ ലൈവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. സ്ത്രീകളുടെ നക്ഷത്രവും നക്ഷത്ര ഫലങ്ങളാണ്. ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ്. അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മകീരം എന്നീ നക്ഷത്രങ്ങളുടെ ജനിച്ച സ്ത്രീകളുടെ ചില വിശേഷങ്ങളാണ് ഞാനിവിടെ പറയുന്നത്. അശ്വതി നക്ഷത്രം ജനിച്ച സ്ത്രീ നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും, നല്ല ധനസ്ഥിതിയുള്ളവളായിരിക്കും, കണ്ണിന് കൗതുകത്തെ ജനിപ്പിക്കുന്ന ശരീരപ്രകൃതിയുള്ളവളായിരിക്കും. കണ്ണിന് നല്ല ആകാരഭംഗിയും ആകാരശ്രേഷ്ഠതയും ആകാര സൗഷ്ഠവും ഉള്ളവളായിരിക്കും ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. എല്ലാവിധ സുഖപുഷ്ടിയും ഇവർക്കുണ്ടാവും. ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് എല്ലാ സുഖപുഷ്ടിയും ഉണ്ടാവും. ഇത് പുരുഷന്മാരെ സംബന്ധിച്ചല്ല കേട്ടോ, സ്ത്രീകളെ സംബന്ധിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പൊ എല്ലാവിധ പുഷ്ടിയും ഇവർക്കുണ്ടാവും. വളരെ ശുചിത്വമുള്ളവളാവും, അതായത് ശുചിത്വ ബോധമുള്ളവളായിരിക്കും. ദൈവിക ഭക്തി ധാരാളം ഉണ്ടാകും. ഗുരുഭക്തിയും ഗുരു ആരാധനയും മാതാപിതാക്കളെ വന്ദിക്കുന്നവളുമായിരിക്കും. ഇവർക്ക് മാതാപിതാക്കളോടൊക്കെ വളരെ സ്നേഹം ഉണ്ടാവും. അതുപോലെ തന്നെ ഗുരുക്കന്മാരോടൊക്കെ വളരെ ആദരവും സ്നേഹവും ഈ അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർ കാണിക്കും. അശ്വതി നക്ഷത്രം കഴിഞ്ഞാൽ പിന്നെ ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ മറ്റ് സ്ത്രീ ജനങ്ങളോട് താല്പര്യപൂർവ്വം ഇടപെടുന്നവരാണ്. മറ്റ് സ്ത്രീകളോടൊക്കെ ഇവർ വളരെ വളരെ നന്നായിട്ടൊക്കെ പെരുമാറും, നല്ലവരാണ്, ഇടപെടുന്ന. നല്ല ദേഷ്യ സ്വഭാവം പലപ്പോഴും ഉണ്ടാവും. ഇവർക്ക് പലപ്പോഴും നല്ല വിധത്തിലുള്ള ദേഷ്യങ്ങളും ഇവർക്കുണ്ടായിരുന്നു വരും, ഈ ഭരണി നക്ഷത്രക്കാർക്ക്, ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക്. അതുപോലെ തന്നെ കലഹപ്രിയരാകാനാണ് സാധ്യത. ഈ ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകളും മിക്കവരും കലഹപ്രിയരായിരിക്കും. ധനപരമായി എപ്പോഴും ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനുള്ള ഒരു നക്ഷത്രക്കാരാണ്. ഈ ഭരണി നക്ഷത്രക്കാർക്ക് എപ്പോഴും ദുരിതങ്ങളൊക്കെ വരും. സ്ത്രീകൾ, ഇത് ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് പലപ്പോഴും ദുരിതങ്ങളൊക്കെ വന്നു ചേരാനുണ്ട്, ബുദ്ധിമുട്ടുകളൊക്കെ വന്നു ചേരാനാണ്. ധനപരമായി എപ്പോഴും അവർ വളരെ ദുഃഖിതരായിരിക്കും. അതുപോലെ പ്രതാപഹാനി ഈ വന്നുകൂടും. അവർക്ക് പ്രതാപങ്ങളൊന്നും അധികം ഉണ്ടാവുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഈ ഭരണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ടാവും. ഭരണി കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് അതിയായ കോപം ഉണ്ടാവും. അവർ ഭയങ്കര തന്നിഷ്ടക്കാരത്തികളായിരിക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ തന്നിഷ്ടക്കാരത്തികളായിരിക്കും. ഇത് കേട്ട് ആരും എന്നോട് വഴക്കൊന്നും പറയണ്ട, ഞാൻ ജാതക നക്ഷത്രത്തിൻ്റെ സ്വഭാവവിശേഷമാണ് പറയുന്നത്. അവര് നല്ല കോപമുള്ളവരായിരിക്കും. അതിയായ കോപം ഇവർക്കുണ്ടാകും. യുദ്ധത്തിലും കലഹത്തിലും തൽപരരായിരിക്കും. അടിപിടി, കലഹം, വഴക്ക്, കുട്ടീശ്വരം, ഇതൊക്കെ ഇവർക്ക് വലിയ സാമർഥ്യമുള്ളവരായിരിക്കും. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക് കലഹപ്രിയരായിരിക്കും. അവർ വഴക്കുണ്ടാക്കാനൊക്കെ അധികം നേരമൊന്നും വേണ്ട ഇവർക്ക്, നിസ്സാര കാര്യം മതി. വൈരാഗ്യ വിചാരത്തോടു കൂടിയുള്ളതായിരിക്കും. എപ്പോഴും ഇവർക്ക് വൈരാഗ്യ വിചാരം ഉണ്ടാവും. ആൾക്കാരോട് എന്തെങ്കിലുമൊക്കെ പെരുമാറി വല്ല വൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ വൈരാഗ്യം ഇവർ തുടർന്നും ഇവരുടെ മനസ്സിലെപ്പോഴും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു നക്ഷത്രക്കാരാണ് ഈ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. അധികം ബന്ധുബലം ഇല്ലാത്തവളാകും. ഉള്ള ബന്ധുക്കളെ അവർ വേർപ്പിക്കുകയും ചെയ്യും. ഇവർ ഈ കാർത്തിക നക്ഷത്രക്കാര് അധികം ബന്ധുക്കളൊന്നും ഇവർക്ക് ഉണ്ടാവില്ല. കാരണം ഇവരെ കയ്യിലൊരു സൈസാണല്ലോ, അതുകൊണ്ടായിരിക്കും. അതേപോലെ തന്നെ ബന്ധുഗുണങ്ങളൊന്നും ഉണ്ടാവില്ല. ബന്ധുഗുണങ്ങൾ കുറവായിരിക്കും ഇവർക്ക്. ബന്ധുക്കളെ ഇവർ വെറുപ്പിക്കുകയും ചെയ്യും. അധികം വണ്ണമില്ലാത്തതും അധികം ഉയരമില്ലാത്തവളുമായിരിക്കും. കഫം അധികമുള്ള രോഗങ്ങൾ കാരണം ഇവർ ദുഃഖത്തിനും ഇടയാകും. ഇവർക്ക് കഫാധിപത്യമുള്ള രോഗങ്ങൾ ഉണ്ടാവും ഇവർക്ക്. അപ്പൊ ബന്ധുഗുണവും അതേപോലെ തന്നെ ബന്ധുബലമില്ലാത്തവരും ആകാനാണ് ഇവർ സാധ്യത. അതുപോലെ ഇവർ കോപിഷ്ഠരാകും. അധികം ധനങ്ങളൊന്നും ഇവർക്ക് അധികം വന്നുകൂടാൻ സാധ്യതയില്ല. ധനപരമായും ഇവർ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കാനായിട്ടൊക്കെ കാര്യമുണ്ട്. പിന്നെ ഇവരുടെ ജീവിതാന്ത്യത്തിലൊക്കെ, ജീവിതാവസാനത്തിലൊക്കെ ധനപരമായ ഉയർച്ചയൊക്കെ ഇവർക്ക് ഉണ്ടാവും. ആദ്യം ബാല്യകാലത്തൊക്കെ ഇവർക്ക് ഈ പറഞ്ഞ കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾക്ക്
ബാല്യകാലത്തൊക്കെ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിക്കാൻ സാധ്യതയുണ്ട്. ജീവിതാവസാനം വളരെ നല്ല വിധത്തിലേക്ക് ധനപരമായ ഉയർച്ചയും ഇവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ രോഹിണി നക്ഷത്രം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവൾ നല്ല ശരീര സൗന്ദര്യത്തോടു കൂടിയവളായിരിക്കും. വ്യക്തിയും വെടിപ്പും ശുചിത്വവും ഇവർക്കുണ്ടായിരിക്കും. നല്ല ബുദ്ധിശക്തിയും ഉള്ളവളായിരിക്കും. രോഹിണി നക്ഷത്രം. നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുണ്ടല്ലോ, നല്ല സൗന്ദര്യമുള്ള സ്ത്രീകളായിരിക്കും, നല്ല ബുദ്ധിമതികളായിരിക്കും, നല്ല ജ്ഞാനം അറിവൊക്കെ ഉള്ളവളായിരിക്കും, വൃത്തിയുണ്ടാവും, വെടിപ്പുണ്ടാവും, നല്ല ശുചിത്വ ബോധം ഉണ്ടാവും, ആരെയും ആകർഷിക്കാൻ കഴിവുള്ളവളായിരിക്കും. ഈ രോഹിണി നക്ഷത്രത്തിൽ ഉള്ളതായിരിക്കും. നല്ല ബുദ്ധിശക്തി ഉണ്ടായിരിക്കും. ഭർത്താവുമായി വളരെ രമ്യതയോടെ ഇവർ ജീവിച്ചു പോകും. ഈ രോഹിണി നക്ഷത്രത്തിൽ പിറന്ന അവർ വളരെ ഭർത്താവായിട്ട് വളരെ നല്ല വിധത്തിൽ ഭർത്താവിൻ്റെ ഇംഗിതം അറിഞ്ഞ് പ്രവർത്തിക്കുന്നവളായിരിക്കും ഈ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ. ഭർത്താവിൻ്റെ ഇംഗിതമനുസരിച്ച്, അല്ലാണ്ട് ഭർത്താവിൻ്റെ അഭിപ്രായത്തിന് വില കൽപ്പിക്കാത്തവളായിരിക്കില്ല എന്നർത്ഥം ആയിരിക്കും. മാതാപിതാക്കന്മാരുടെ അനുഗ്രഹം മേടിക്കും. വളരെ ഭക്തിപൂർവം ആദരിക്കും. മാതാപിതാക്കളെ അനുസരിക്കും, അവരെ ഭക്തിപൂർവം അവരെ ആദരിക്കുകയും ചെയ്യും. നല്ല പുത്രന്മാരോടും പുത്രികളോടും ഇവർക്കുണ്ടാവും. നല്ല പുത്രന്മാരോടും പുത്രികളോടും കൂടി കുടുംബ ഐശ്വര്യത്തോടെ കഴിയും. ഇവർക്ക് നല്ല സമ്പത്തും ഉണ്ടാകാനായിട്ട് സാധ്യത ഉണ്ടായി വരും. രോഹിണി നക്ഷത്രം കഴിഞ്ഞ മകീര നക്ഷത്രവും. മകീര നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ നല്ല രൂപഗുണങ്ങളോട് കൂടിയവളായിരിക്കും. നല്ല രൂപഗുണങ്ങളോട് കൂടിയായിരിക്കും. നല്ല സൗന്ദര്യമുള്ളവളായിരിക്കും. ആരെയും ആകർഷിക്കാനൊക്കെ കഴിവും പ്രാപ്തിയും ഉള്ളവളായിരിക്കും. മാന്യമായാണ് അവളുടെ സംസാരം. എപ്പോഴും നല്ല മാന്യമായിട്ടുള്ള സംസാരം. അങ്ങനെ തറ വർത്താനൊന്നും പറയില്ല. ആരോടും അനിഷ്ടപരമായ കാര്യങ്ങൾ സംസാരിക്കില്ല. പല മിതഭാഷിയായിരിക്കും. നല്ല മധുരമായി സംസാരിക്കും ആയിരിക്കും. നല്ല പ്രസന്നമായ മുഖത്തോടു കൂടിയവളായിരിക്കും. പ്രസന്നവതിയായിരിക്കും. ആഭരണങ്ങളിലും പ്രിയമുള്ള ഉള്ളവളായിരിക്കും. ആഡംബരപ്രിയായിരിക്കും. ആഡംബര വസ്തുക്കളിലൊക്കെ താല്പര്യം കാണിക്കും. ആഡംബര വസ്തുക്കൾ ശേഖരിക്കാനൊക്കെ താല്പര്യം ഉണ്ടാകും. അതുപോലെ നല്ല പുത്രസന്താനത്തോടു കൂടിയവളായിരിക്കും. പുത്രന്മാരാണ് ഇവർക്ക് കൂടുതലുണ്ടാകാൻ സാധ്യത. നല്ല പുത്രസന്താനത്തോടു കൂടിയവളും എപ്പോഴും ശരീരശുദ്ധി സൂക്ഷിക്കുന്നവളും ധർമ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്നവളുമായിരിക്കും. ധർമ്മത്തെ അറിഞ്ഞ് ജീവിക്കുന്നവളായിരിക്കും. അപ്പൊ ഇതാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളുടെ പൊതുവായിട്ടുള്ള നക്ഷത്ര കാര്യങ്ങൾ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.